ശ്രീ ജോർജ് പൊടിപ്പാറ, കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. CLP ലീഡറെ തെരഞ്ഞെടുക്കുന്നതിൽ അതിനൊരു ഡ്യൂ പ്രോസസ് ഉണ്ട്. എല്ലാ കാലങ്ങളിലും കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനമോഹികളും മറ്റുമൊക്കെ ഉണ്ടാവാറുണ്ട്, ദീർഘമായ ചർച്ചകൾ നടക്കാറുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. അസ്വാഭാവികമായ യാതൊന്നും അക്കാര്യത്തിൽ ഇല്ല എന്ന് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് വക്താക്കളും പറയുന്നു. എനിക്കതിനോട് എതിരഭിപ്രായമില്ല. കോൺഗ്രസിന് പല ഘട്ടങ്ങളിലും തർക്കങ്ങളിലേക്കും നീണ്ട ചർച്ചകളിലേക്കും ഒക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആരാകണം നേതാവ് എന്നതിനെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷനോ അതല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പമോ അതല്ലെങ്കിൽ അത് തീരുമാനിക്കാൻ കുറച്ച് സമയമെടുക്കലോ ഒക്കെ ഉണ്ടാകും എന്ന് തോന്നുന്നു. എന്നാൽ കോൺഗ്രസ് ലീഡർഷിപ്പാണ് അക്കാര്യം തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ആര് നയിക്കണം അടുത്ത 5 വർഷം എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നോ? അതൊരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു പ്രൊസീജിയറുണ്ട്. തീർച്ചയായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ യോഗം AICC-യുടെ നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ വിളിച്ചുകൂട്ടി അവർ ഓരോ MLA-മാരുടെയും അഭിപ്രായം പ്രത്യേകം ആരാഞ്ഞ് കൂട്ടായി ആരാഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി ഒരു പ്രമേയം പാസാക്കി AICC പ്രസിഡന്റ് തീരുമാനിക്കട്ടെ, ആ ചുമതല അദ്ദേഹത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഒപ്പം തന്നെ അതിനുശേഷം സ്വാഭാവികമായിട്ടും ഓരോ MLA-യും എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ അവരെ ഇന്ന് ഈ പ്രോസസ്സ് നടന്നു. മുകുൾ വാസ്നിക്കും അതുപോലെ തന്നെ അജയ് മാക്കനും, ആ 2 AICC നിരീക്ഷകർ കൃത്യമായിട്ട് അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ആരാഞ്ഞു. അതിനുശേഷം MP-മാരുടെ അഭിപ്രായം ആരാഞ്ഞു. ഈ യോഗത്തിന് മുമ്പ് തന്നെ ഇതിലേക്ക് വരുന്ന ഇവിടെയുള്ള രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കമുള്ള നേതാക്കളുടെ അഭിപ്രായം കേട്ടു. അവരെല്ലാവരെയും കണ്ടു, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും കണ്ടു. അതിനുശേഷം ഘടകകക്ഷി നേതാക്കളെയും എല്ലാം കണ്ടു. ഇതൊക്കെ ഒരു സാധാരണഗതിയിൽ ഒരു പ്രൊസീജിയറാണ്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാനും പറ്റില്ല. അതാണ് അതിന്റെ യഥാർത്ഥ രീതി, അതാണ് അതിന്റെ ജനാധിപത്യ മര്യാദ, കീഴ്വഴക്കം എന്നെല്ലാം ഉള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇവിടെ ഒറ്റ തർക്കമേ ഉള്ളൂ. ആ തർക്കം എന്ന് പറയുന്നത് അത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇതിനു മുമ്പ് ഒരിക്കലും ഒരു കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകാത്ത രീതിയിൽ ഇന്നിപ്പോ KPCC പ്രസിഡന്റിന്റെ മണ്ഡലമായിട്ടുള്ള പേരാവൂരിൽ പ്രകടനം നടക്കുന്നു. VD സതീശന്റെ തട്ടകമായിട്ടുള്ള എറണാകുളത്ത് പ്രകടനം നടക്കുന്നു. വേറെ മുക്കത്തും അതുപോലുള്ള മറ്റു ചില സ്ഥലങ്ങളിലെല്ലാം പ്രകടനം നടക്കുന്നു എന്ന ഒരു വാസ്തവം നമ്മുടെ കൺമുന്നിലുണ്ട്. എന്തുകൊണ്ട് ഈ പ്രകടനം നടക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ പ്രവർത്തകരുടെ മനസ്സിൽ വലിയൊരു സംശയമുണ്ട്. അവിടെയാണ് അഭിലാഷ് പറഞ്ഞൊരു പോയിന്റ് പ്രസക്തമാകുന്നത്. അതായത് പാർട്ടിക്ക് സംശയമുണ്ട്, അതുപോലെ തന്നെ ഒരുപക്ഷെ ഘടകകക്ഷികളിൽ ചിലർക്കൊക്കെ സംശയം ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റു പലർക്കും സംശയം ഉണ്ടാകാം. നേതൃത്വത്തിൽ പല ഘട്ടങ്ങളിൽ AICC-ക്ക് സംശയമുണ്ട്, നിയമസഭാ കക്ഷിക്ക് സംശയമുണ്ട്, കേരളത്തിലെ നേതാക്കൾക്കിടയിൽ സംശയമുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും കേരളത്തിൽ UDF-ന് വോട്ട് ചെയ്ത UDF-നെ വിജയത്തിലെത്തിച്ച ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും അവർ ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ മാത്രം ആയിരിക്കണമെന്നില്ല, കോൺഗ്രസിന്റെ അനുഭാവികളായിരിക്കാം, ഒരുപക്ഷെ ചില ഘട്ടങ്ങളിലെങ്കിലും കോൺഗ്രസിനെതിരായി വോട്ട് ചെയ്യുകയും ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായി ഒരു ഭരണമാറ്റം വേണമെന്നും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മാറണമെന്നും ഇടതുമുന്നണി ഭരണത്തിന് വിരാമം ഇടണമെന്നും ആഗ്രഹിച്ച് വോട്ട് ചെയ്ത ഒരു വലിയ വിഭാഗമുണ്ട് ഈ കേരളത്തിൽ. അത് എല്ലാ കാലത്തും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന മനുഷ്യരല്ല. ഒരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായിട്ട് ഈ കോൺഗ്രസ് മാറുകയും എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ മുന്നണിയുടെ ഭാഗം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അവരൊക്കെ ഈ വലിയ വിജയത്തിന്റെ പിന്നിൽ പങ്കാളികളാണ്. അവർക്ക് അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കാം. കാരണം 2021 വലിയ ഭീകരമായ പരാജയത്തിന് ശേഷം ഈ 5 വർഷക്കാലം കൊണ്ട് കോൺഗ്രസിൽ ഉണ്ടായ വലിയ മാറ്റത്തിന് ആർക്കാണ് കൂടുതൽ ക്രെഡിറ്റ്? ആരാണ് ഈ അസാധ്യമായത്? ഹൂ മെയ്ഡ് ദ ഇമ്പോസിബിൾ ടു പോസിബിൾ? എങ്ങനെയാണ് അത് ഇമ്പോസിബിൾ എന്ന് വിചാരിച്ചിരുന്നതിനെ പോസിബിൾ ആക്കിയതിന്റെ യഥാർത്ഥ ശില്പി ആരാണ് എന്ന ഒരു ചോദ്യത്തിന് അവരുടെ മനസ്സിൽ ചില ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരം എന്താണെങ്കിൽ അദ്ദേഹത്തിനുള്ള സാധ്യത നഷ്ടപ്പെടുന്നു. പകരം മറ്റു ചിലർ അതായത് ഇറങ്ങി വരുന്നു. അവരൊരു പക്ഷേ ഈ മത്സരവട്ടത്തിൽ മുന്നിലെത്തിയേക്കാം, അതിന് ഹൈക്കമാൻഡിന്റെ ആശീർവാദം ഉണ്ടാകാം എന്നൊരു തോന്നൽ വരുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഉള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നു. ഇത് തന്നെയാണല്ലോ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ അന്ന് സംസ്ഥാന കമ്മിറ്റി VS-ന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നു. കേരളത്തിലെ മഹാഭൂരിപക്ഷം CPM വിശ്വാസികൾ VS-നെ പോലെ ഒരാൾ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. അവസാനം വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു, വലിയ പ്രകടനങ്ങൾ ഉണ്ടാകുന്നു, തെരുവിൽ പ്രതിഷേധം അലയടിക്കുകയും അത് കത്തിച്ചൊലിക്കുകയും ചെയ്തപ്പോൾ ഒടുവിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് തീരുമാനം മാറ്റേണ്ടി വന്നു. പോളിറ്റ് ബ്യൂറോ ഇടപെട്ട് തീരുമാനം മാറ്റി VS സ്ഥാനാർത്ഥിയാകുന്നു. ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യം കേരളത്തിലും സംഭവിക്കുന്നുണ്ടോ എന്ന് ഈ പറയുന്ന ആളുകൾ
സംശയിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇത് സംഭവിക്കുന്നത്. അത് ഹൈക്കമാൻഡ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മത്സരിക്കാത്ത ഒരാളെ നിയമസഭാ കക്ഷിയിലേക്ക് കൊണ്ടുവന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുന്നതിൽ അതിൽ ഒരു എന്താ പറയാ ഒരു നീതിയില്ലായ്മ, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഭാഗമായ ഒരാള്, അവിടുത്തെ സൗഭാഗ്യങ്ങളെല്ലാം, അവിടുത്തെ എല്ലാ തീരുമാനങ്ങളിലും ഭാഗവാക്കാകുന്ന ഒരാള്, അദ്ദേഹം ആ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കേരളത്തിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാള് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള റേസിൽ മറ്റു രണ്ടുപേർക്കും ഒപ്പം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു അൺഡ്യൂ പ്രിവിലേജ് കിട്ടുന്നുണ്ട്, അൺഡ്യൂ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. യഥാർത്ഥ ഒരു ഈവൻ ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിന് വിരുദ്ധമായി അദ്ദേഹത്തിന് ചില സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിന്റെ കൂടി ആശീർവാദം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്ന് ഒരു വിഭാഗം സംശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് കേരളത്തിന്റെ പൊതുവികാരമായി മാറുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ പ്രതിഷേധം അലയടിക്കുന്നത്, ജനങ്ങൾ തെരുവിൽ ഇറങ്ങേണ്ടി വരുന്നത്. അത് വി.ഡി. സതീശനോട് മാത്രമുള്ള ഒരിതല്ല, ഇതിനകത്ത് ഒരു അനീതി നടക്കുന്നു. അതായത് പട നയിച്ചവൻ നായകനാവട്ടെ, നയിക്കട്ടെ, പട നയിച്ചവൻ കേരളത്തെ നയിക്കട്ടെ എന്ന രീതിയിലുള്ളൊരു മുദ്രാവാക്യം വരുമ്പോൾ അതിനകത്ത് ഒരു വലിയ ഒരു സന്ദേശമില്ലേ? ആ സന്ദേശം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രസക്തമായ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും.